ഹോൾസം മീൽ, അതായത് ഇതൊറ്റ ഒരു വിഭവമായിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു കറി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. അപ്പോൾ ബീഫിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ നാളായി ബീഫ് കൊണ്ടുള്ളൊരു വിഭവം തയ്യാറാക്കിയിട്ട്, പക്ഷേ ബീഫ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരു 1/2 കിലോ. പിന്നെ നൂഡിൽസ്, ഇതാണ് നമ്മുടെ റിബൺ നൂഡിൽസ്. കുറച്ച് പരന്നിരിക്കുന്ന നൂഡിലാണ്. ഇത് പല ടൈപ്പ് കിട്ടും, പല എന്താ പറയുക, എഗ് നൂഡിൽസായിട്ടും കിട്ടും, അല്ലാതെ ഇങ്ങനെ ചുറ്റി വരുന്നതായിട്ട് കിട്ടും, നീളത്തിനുള്ളത് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ബീഫ് നൂഡിലാണ്, കുറച്ച് പരന്നിരിക്കുന്ന നൂഡിൽ. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് ഒരു സീലിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ, അത് ഓപ്ഷണലാണ്. പക്ഷേ കാര്യം നമ്മളിതിലിപ്പോൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. ഇച്ചിരി കൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്താൽ വളരെ ഗംഭീരമായിരിക്കും. അപ്പോൾ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നൂഡിൽസ് അതിനകത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ, ഒലിവ് ഓയിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, എന്തായാലും വെളിച്ചെണ്ണ വേണ്ട, 1 ടേബിൾ സ്പൂൺ എണ്ണ. അതിനോടൊപ്പം നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർക്കും. തിളക്കട്ടെ. തിളച്ച് പാകത്തിന് ഏകദേശം വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ നമ്മളുടെ നൂഡിലിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ചേർക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ റോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ബീഫ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ സവാളയും. അപ്പോൾ ബീഫിൻ്റെ നിറമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകണം. ഇപ്പം നമ്മളുടെ ബീഫ് ഇങ്ങനെ ബ്രൗണായി തുടങ്ങുന്നു, സവാളയും. അപ്പോൾ ഒരു റോസ്റ്റഡ് മണം വന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫ് ഇങ്ങനെ റോസ്റ്റ് ആവുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗ്രില്ല് ഇത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, അതുമാതിരി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഡ്രൈ റോസ്റ്റ് ആകുന്ന പോലെയാണ്. ഇച്ചിരി എണ്ണയെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുവാണ്. അതൊരു സൈഡിലിരിക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ ബീഫ് സവാളയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെന്തിട്ടില്ല, ഉള്ളി റോസ്റ്റഡ്. അതിൻ്റെ പുറമേ കാണുന്ന ബ്രൗൺ കളർ മാത്രമേ ഉള്ളൂ അവിടെ ആയിട്ട്, പക്ഷേ ഉള്ളിൽ വെന്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണിത് വേവിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ക്രഷ്ഡ്. അങ്ങനെ നമ്മളുടെ ബീഫ് പാകത്തിന് വെന്ത അതിൻ്റെ ഗ്രേവിയെല്ലാം നല്ല കുറുകിയിരിക്കുവാണ്. കണ്ടല്ലോ, സോസി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5 വിസിൽ കിട്ടും. അപ്പോൾ വീൽ ബീഫാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ഇളതായിട്ടുള്ള ബീഫ് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇരിക്കാൻ വിഭവമാണ് ഈ ബീഫ്. സോസി ബീഫാണിത്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. സോസി ബീഫ് ഇസ് റെഡി. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ അടുപ്പിലേക്ക് നമ്മൾ മറ്റൊരു പാത്രം വയ്ക്കാൻ പോകണം. നമ്മൾ നൂഡിൽസ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ബീഫിനെ നമ്മൾക്കൊരു സോസി ബീഫ് എന്ന് പേരിടാം. അപ്പോൾ സോസി ബീഫ് വിത്ത് നൂഡിൽ. ഇനി നൂഡിൽ ഇവിടെ വേവിച്ചത്, റിബൺ നൂഡിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഇച്ചിരി എണ്ണ ഞാൻ തടവി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ. ഇനി ഒരല്പം ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കും. ഒരല്പം എണ്ണ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാകാം. ഇപ്പം നൂഡിലായതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ സോട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ വഴറ്റുന്നത് ഇങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ആ എണ്ണയും വെളുത്തുള്ളി, ദാറ്റ് ഈസ് ഗാർലിക് എണ്ണ, വെളുത്തുള്ളി എണ്ണ നന്നായിട്ട് വന്നു കഴിഞ്ഞു. ഇനി ഒരു കാര്യമുണ്ട്, അതായത് നമ്മളുടെ ഫ്രഷ് പാസ്ലി ഉണ്ടെങ്കിൽ, പാസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയില പോലെ ഒരു തരം ഹേർബാണ്, ഒരു ഇലയാണ്. ഫ്രഷ് ആയിട്ടുള്ള കിട്ടാൻ ചിലപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടണമെന്നില്ല. നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ താമസിക്കുന്നവർക്ക് കിട്ടും, പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡ്രൈഡ് ഹേർബ്സ് ഇങ്ങനെ ഉണങ്ങിയ രൂപത്തിൽ വാങ്ങാൻ കിട്ടും. ഡ്രൈഡ് ഹേർബ്സ് അതാകുമ്പോൾ നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതിൽ നിന്നും കുറച്ച്. അപ്പോൾ നമ്മളിത് വിളമ്പുമ്പോൾ ഒരു പരന്ന ഒരു പ്ലാറ്റർ, ഒരല്പം കുഴിയുള്ള ഇത്തരം പാത്രമാകാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പോർസലീൻ പാത്രമോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു പ്ലേറ്റ് സ്റ്റൈലിൽ കുറച്ച് പരന്നൊരു കാര്യം. അതിലേക്ക് ആദ്യം നമ്മളുടെ നൂഡിൽ